ഹാദി നമ്മളെങ്ങടാ പോണേ? അപ്പം ഇന്ന് ഹാദീൻ്റെ സൗണ്ട് കൂട്ടണ ദിവസം കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കാണ് ഇപ്പോൾ നിലവിൽ. തൃക്കാക്കര എത്തിയിട്ടുള്ളൂ. സൗണ്ട് കൂട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ പറയണത്, അതിന് കമ്പനിക്കാർ പറയണത് മാപ്പിംഗ് എന്നാണ്. തൃക്കാക്കര അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ നല്ല ബ്ലോക്കാണ് ഇവിടെ. കടവന്ത്രയിലാണ് ക്ലിനിക്ക് വന്നത്. ക്ലിനിക്കിൻ്റെ പേര് വന്നത് ഷാലോം സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നാണ്. അപ്പോൾ ബ്ലോക്കൊക്കെ മാറി നമ്മൾ പെടപ്പള്ളി എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ഷാലോമിൽ നിന്നാണ് നമ്മൾ മോൻ്റെ പ്രൊസസ്സറും ഇംപ്ലാന്റൊക്കെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിലവിൽ ബാംഗ്ലൂരിൽ നിന്നാണ് അതിൻ്റെ ടീം വന്നത് മാപ്പിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരൊരു ഡേറ്റ് തരും നമുക്ക്. ആ ഡേറ്റിന് നമ്മളവിടെ എത്തണം. ഇപ്പോൾ നിലവിൽ 3ാമത്തെ മാപ്പിംഗ് ആണ് മോൻ്റെ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരു 6 month ആയി നമ്മുടെ മാപ്പിംഗ് നടന്നിട്ട്. മാർച്ച് 30th ലാസ്റ്റ് നമ്മൾ മാപ്പിങ്ങിന് പോയിട്ടുണ്ടായത്. അതിനുശേഷം ഇന്നിപ്പോൾ സെപ്റ്റംബർ 24th അവർ നമുക്ക് 10 മണിക്കാണ് അവിടുന്ന് എത്തേണ്ടത്. എടപ്പള്ളിയിലൊക്കെ ബ്ലോക്കാണ്. അപ്പൊ ലുലുവിന്റെ ഫ്രണ്ടിലൂടെയാണ് പോണത് കേട്ടോ. ഞങ്ങള് പാലം കയറിയിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പോണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോനക്ക് സൗണ്ട് കൂട്ടാണല്ല. അപ്പൊ അതിന്റെ ഇമ്പ്രൂവ്മെന്റും വ്യത്യാസങ്ങളും ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അവൻ ഒരു സൗണ്ട് പോലും കേൾക്കാതെയുള്ള 1.5 വയസ്സോളം ജീവിച്ചത്. എന്തേടാ പള്ളിട്ടാ റൈറ്റ് സൈഡില് നമ്മുടെ കുട്ടി വ്ളോഗ് എടുക്കാൻ പറഞ്ഞ് ഇവിടെ മെനെടുത്തോണ്ടിരിക്കണാണ്. എന്നടാ എന്താ വേണ്ടേ? കഴിഞ്ഞ കൊല്ലം നവംബർ 9-ാം തീയതിയാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തത് മോൻ്റെ. ബേറ ടെസ്റ്റ് എന്നാണ് അതിന് പറയണത്. ഉറങ്ങണം മോൻ ആ ടെസ്റ്റിന്. അപ്പോൾ മരുന്ന് കൊടുത്ത് ഉറക്കിയിട്ടാണ് ടെസ്റ്റ് നടത്തിയത്. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ഓർമ്മയാണ് ഫുള്ള് വരുന്നത്. അന്ന് അനുഭവിച്ച ടെൻഷനും ഇതൊക്കെ ഇപ്പോഴും നമുക്ക് ഷാലോമിലേക്ക് പോകുമ്പോൾ ആ ഒരു പേടി എന്തോ മാറണില്ല. അതൊരു പേടി പോലെയാണ് മനസ്സിലായത്. ആ റൂമും എല്ലാം അങ്ങനെ ആലോചിക്കുമ്പോ ഒരു വേദനയാണ്. അത് മറക്കാൻ പറ്റില്ല ഒരിക്കലും. അതെ, അത് ആ ദിവസം മറക്കാതിരിക്കാനൊരു പ്രത്യേകത ഉണ്ട്. പിറ്റേ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. നവംബർ 10th വെഡിങ് ആനിവേഴ്സറി, 9th നമ്മള് ഇവന്റെ ബേറ ടെസ്റ്റ് ഒക്കെ ചെയ്തത്. അന്നാണ് അറിഞ്ഞത് മോനക്ക് ഇങ്ങനെ കേൾവില്ല എന്നുള്ളത്. ഞങ്ങക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അതിനുശേഷം ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്തായാലും ഞങ്ങൾ എത്തിപ്പെട്ടത് നല്ലൊരു സ്ഥലത്ത് തന്നെയായിരുന്നു. അത് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുന്നത് ഡോക്ടർ ജോർജ് കുരുവിളക്ക സാറിനാണ്. ആ സാറാണ് പറഞ്ഞത് ഇങ്ങനെ ഷാലോമിൽ പോയാൽ മതി, അവിടെ പോയിട്ട് തരുണിനെ മീറ്റ് ചെയ്യണം. അങ്ങനെ തരുൺ സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി. പിന്നെ നമ്മുടെ ഈ ഡോക്ടർ ജോർജ് സാറിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. ഡോക്ടറാണ് നമുക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇങ്ങനെ മോനിക്ക് കേൾവിയില്ല, അപ്പോൾ കേൾവി കിട്ടണമെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യണം. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് എന്നൊന്നും നമുക്ക് കേട്ടിട്ട് പോലും ഉണ്ടായില്ല. പിന്നെ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി, യൂട്യൂബിലൊക്കെ ഉണ്ട്, ഒരുപാട് മനസ്സിലാക്കി. ഇംപ്ലാന്റ് ചെയ്യണം. അതിന് എക്സ്പെൻസൊക്കെ നല്ല രീതിയിലുണ്ട്. 3-4 ടൈപ്പ് ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിവൈസ് ഉണ്ട്. നമുക്ക് അഫോർഡായത് നമ്മൾ ചൂസ് ചെയ്ത്. നമ്മളിപ്പോൾ വന്ന് പാലാരട്ടം സിഗ്നൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രൊസസ്സർ ചൂസ് ചെയ്ത കാര്യമാണ്. നമ്മളെ കൊണ്ട് അഫോർഡായത് നമ്മൾ അഡ്വാൻസ്ഡ് ബയോണിക്സിൻ്റെ AB എന്ന് പറയും. അവരുടെ M30 മാർവൽ M30 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഒരുപാട് അതിന് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സിനെ പറ്റിയൊന്നും ഇതുവരെ അങ്ങോട്ട് മനസ്സിലായി വന്നിട്ടില്ല. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നോയിസ് ക്യാൻസലേഷൻ, അങ്ങനെ
ഒരുപാട് ഫീച്ചേഴ്സ് അതിന് പറയുന്നുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞൂടാ. റോജർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ട് എക്സ്ട്രാ അതിന്റെ കൂടെ തന്നാണ് അവര്. അപ്പൊ അത് ഇന്ന് അവർ ഓൺ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇതുവരെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ടായില്ല. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് ചെയ്ത് നമുക്ക് ഓരോന്ന് പഠിപ്പിച്ചു തരാം. കാരണം ഒരുപാട് ഐറ്റം ഉണ്ട് അതിന്റെ കൂടെ, പഠിക്കാനുണ്ട് ഇതിന്റെ ഒപ്പം. അതെ. അപ്പൊ റോജർ ഇന്ന് ആക്ടിവേറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ റോജറിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂളിലൊക്കെ പോകുമ്പോ ടീച്ചറിന്റെ അടുത്ത് ആ റോജർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മോന് എത്ര പുറകിലാണെങ്കിലും അവിടെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതാണ് ഈ റോജർ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഡയറക്റ്റ് കണക്ടിവിറ്റി എന്തോ ആണ് അതിന് വരുന്നത്. അതെ അതെ അതെ. അപ്പൊ നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 മണിക്ക് എത്തേണ്ടതാണ് അവിടെ. 9:35 ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ പണ്ട് സ്കൂളിൽ പോയി, സ്കൂളിലല്ല, ഞാൻ CA പഠിച്ചപ്പോൾ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെയായിരുന്നു അവരുടെ പണ്ടത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരം ബസ്സിന് ഇവിടെ വന്ന് ഇറങ്ങി പോണ ഒരു സ്ഥലമാണ്. ഒരുപാട് ഓർമ്മകളുള്ളൊരു വഴിയാണ് ഇതെല്ലാം. ലോജിക്കിൻ്റെ പണ്ടത്തെ ബിൽഡിങ് ആ വഴി കയറുമ്പോഴായിരുന്നു. ഈ വഴിയൊക്കെ ഒരുപാട് നടന്ന് പോയിട്ടുള്ള സ്ഥലമാണ്. നോർത്ത് ജനതാ റോഡ്. ഞങ്ങൾക്ക് ഇനിയിപ്പോ കടവന്ത്രയില് മാപ്പിംഗ് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഉണ്ട്, മോന്റെ സ്പീച്ച് തെറാപ്പി. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കടവന്ത്രയില്. 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി അകത്ത് പോയിട്ട് കാണട്ടെ നമുക്ക്. അപ്പൊ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ്, 2nd ഫ്ലോറിലാണ്. നേരെ കണ്ടില്ലേ ശാലോം. അപ്പൊ അവിടെയാണ് ക്ലിനിക്ക് കിട്ടാ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഇത് കണ്ടോട്ടാ, TV കണ്ടോ? ആ നമ്മളെവിടെ ഇരിക്കണേ? TV. जॉब कौन सा बचा है? हाँ ओके कार से കേട്ടോ നോക്കണേ. ചെവിയിൽ വെച്ചോ, ചെവിയിൽ വെച്ചോ. ആദ്യം ചെവിയിൽ ഇങ്ങനെ വെച്ചോ, ചെവിയിൽ വെച്ചോ. यहाँ देखो ग्रूम करना, ठीक है? പിടിച്ചോണേ. ग्रूम കേട്ടിട്ട് ആദ്യം നോക്ക്. കേട്ടാലേ ചെയ്യാവുള്ളേ. ഇവിടെ പിടിച്ചോ, ഈ കൈ കൊണ്ട് പിടിച്ചോ. ഇവിടെ പിടിച്ചോ, ड्राइविंग करेंगे. ഇവിടെ പിടിച്ചോ. എങ്ങനെയാ ഉപ്പയുടെ കൂടെ എങ്ങനെ ചെയ്തേ? ग्रूम बोलो फिर से थोड़ा जोर से. അങ്ങനെയല്ല, ഈ ചേച്ചി ചെയ്യുന്നുണ്ട്. നമ്മൾ കാർ ഓടിക്കുന്നത് എങ്ങനെയാ? ആദ്യം ഇങ്ങനെ കാർ ഓടിക്കുന്നത് എങ്ങനെയാ? പറഞ്ഞു പോയി. കാർ പറഞ്ഞു. ആദി കാറ്റോടുത്തേ. ബായ് പറ. ബായ്. ആദ്യം ഇടിയപ്പം കഴിച്ചിട്ട് വണ്ടി കിടന്ന് ഉറങ്ങാട്ടാ. അപ്പൊ മാപ്പിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാ ഏകദേശം 2 മണിക്കൂർ മേലെ എടുത്ത്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ കോതമംഗലത്തേക്കാണ് പോണത്. അവിടെ മോന് സ്പീച്ച് തെറാപ്പി ഉണ്ട്. നെല്ലിക്കുഴി പീസ് വാലിയിലാണ്. ഞങ്ങളപ്പോൾ ആലുവ എത്തിയിട്ടുണ്ട്. സമയം 1:30 ആലുവയിൽ ഇഫ്താറിൽ കയറിയിട്ട് കപ്സ പാർസൽ മേടിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേക്കണം. പോണ വഴിക്ക് എവിടെയെങ്കിലും നിർത്തി കഴിക്കണം. 3:20 പീസ് വാലിൽ എത്തണം.
അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഞങ്ങൾക്ക് നേരെ പീസ് വാലിക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.